എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടലപ്പൊടി വെച്ചിട്ടൊരു വടയാണ്. എല്ലാവരും ഉഴുന്ന് വട, പരിപ്പ് വട, അരിപ്പൊടിയുടെ വട, ഇങ്ങനെ പല വടകളും ഉണ്ടാക്കാറുണ്ട്. എന്നാൽ കടലപ്പൊടി വെച്ചിട്ടുള്ള വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 സ്പൂൺ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളക് ചതച്ചത്, ഒരു വലിയ കൂട്ടം ചുമന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, കുറച്ച് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ കടലപ്പൊടി ഇടുക, ഈ അരിപ്പൊടി, കുരുമുളക് ചതച്ചത്, സവാള ഒരു കൂട്ടം അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി കൊത്തി അരിഞ്ഞത്, മല്ലിച്ചപ്പ്, കുറച്ച് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് കുഴച്ചെടുക്കാം. നമുക്ക് കൈയിട്ട് ഇതൊന്ന് മിക്സാക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോകല്ലേ, ആവശ്യത്തിന് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. നമ്മൾ മാവ് കുഴച്ചായിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനൊരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഈ അരിപ്പ നമുക്ക് വെള്ളത്തിലൊന്ന് നനയ്ക്കണം. ഇതിൻ്റെ മേൽഭാഗം ഒന്നിങ്ങനെ വെള്ളത്തിൽ തൂത്ത് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ശരിക്കും ഒന്ന് കുടയണം. കുടഞ്ഞിട്ട് നമ്മൾ ഈ കുറച്ച് മാവെടുത്ത് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. നമ്മുടെ ഈ വിരലൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഈ നടുക്ക് ഒരു ചെറിയ ഓട്ടയിട്ട് കൊടുക്കണം. ഇത് നമുക്ക് എണ്ണയിലോട്ട് കൊണ്ട് ഇട്ടാൽ മതി. നമുക്കിത് ചുമന്നു. ഇനി നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ കടലപ്പൊടിയുടെ വട റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും നന്ദി.